ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. മനസ്സിലായോ? ബാഗ് ഇവിടെ വെക്കണേ കുഴപ്പമില്ലല്ലോ. എന്താ ചോദിച്ചേ? എന്നെ മനസ്സിലായോന്ന്. പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ദുൽഖർ സൽമാൻ അല്ലേ വന്ന് നിൽക്കുന്നേ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയാണോ? എടോ ഞാൻ ബാങ്കിൽ നിന്ന് വരെയാണ്. ബാങ്കിൽ നിന്ന് വരെയാണ്. ബാങ്ക് ഓഫ് ബറോട്ട. ബാങ്ക് ഓഫ് പൊറോട്ടയാ? അതെ അതെ. എങ്കിൽ രണ്ടെണ്ണം കിട്ടിയ കൊള്ളായിരുന്നു. എന്താണ് പൊറോട്ട? ബാങ്കിൽ നിന്ന് വരെയാണ് ഞാൻ. ഓ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലായി. ബാങ്കിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി. കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? കാപ്പി. ഞാൻ ഹാപ്പിയാണ് സാർ. ഞാൻ ഹാപ്പിയാണ്. അല്ല എനിക്ക് കാപ്പി വേണം. കാപ്പി വേണോ? കാപ്പി വേണം. ശശി, സാറിനൊരു കാപ്പി. സാറിനൊരു കാപ്പി. ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്ക് കാപ്പി മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെന്താ? ഞാൻ ഡീൽ അങ്ങോട്ട് മാറിയില്ല സാറേ. ബിരിയാണി ആയാലോ? ഓക്കെ, ബിരിയാണി ആവട്ടെ. ബിരിയാണി. അതെ അതെ. അതെ, ചിക്കൻ ബിരിയാണി വേണോ ബീഫ് ബിരിയാണി വേണോ? ചിക്കൻ മതി. ചിക്കൻ. ചിക്കൻ. അതെ അതെ. ഈ ചിക്കന്റെ ഈ വലിയ പീസ് രണ്ടെണ്ണം അതിനകത്ത് ഇടുന്നുണ്ട്. 2 പീസ് ഇട്ടോ, കുഴപ്പമില്ല. കുഴപ്പമില്ല. മുട്ട ആവാലോ. മുട്ട വേണം. അച്ചാർ ആവശ്യത്തിന് മതി കേട്ടോ. സലാഡ് കുറച്ചെടുത്തു. എല്ലാം എടുക്കാം. അത് എടുത്തു. എല്ലാം എടുക്കാം. പിന്നെ ഒരു കുറവ് വരരുത് കേട്ടോ. അതെ അതെ. അത് എന്നാ ഇവിടെ ബിരിയാണി ഇല്ല, ഒരു വാഴക്കയില്ല. ആരാണോ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യണോ താൻ? ആരൻസൾട്ട് ചെയ്ത്? പിന്നെ താൻ എന്താ പറഞ്ഞ എന്നെ വിളിച്ചു? നീ എന്തൊരു മോശമാണ് സംസാരിച്ചത്? സംസാരിച്ച് സാറിനോട് ഇത്രയും സാധനം വേണമെന്ന് ചോദിച്ചിട്ട് വാഴക്കേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെയാണ് നിങ്ങളെ ATM. എന്താ ഞങ്ങളുണ്ട് കാർഡ് ഇടും, പേരടിക്കാൻ പറയും, പേരടിക്കും, പാസ്വേഡ് അടിക്കാൻ പറയും, പാസ്വേഡ് അടിക്കും. എത്ര രൂപ വേണമെന്ന് നോക്കി നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ പറയും ഈ ATM-ൽ പൈസ ഇല്ല. ഇങ്ങോട്ട് തരുന്നതിന് അങ്ങോട്ട് തിരിച്ചൊരു പണി തന്നെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അവിടെ സംസാരിക്കുന്നത് നിങ്ങളല്ലേ ഈ പ്രസിന്റെ മുതലാളി. ഞാൻ നിങ്ങളടുത്താണ് സംസാരിക്കാനുള്ളത് കേട്ടാ. തന്റെ ഈ പ്രസ് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. ജപ്തി ചെയ്യാനോ? അതെ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലണ്ണ. അങ്ങനെ പറയലണ്ണ. പണനായ അങ്ങനെ പറയലണ്ണ. എന്താ പറയല്ലേ? സഹായിക്കും. ഇതുപോലെ ഒരുപാട് പേര് വന്ന് കാല് പിടിച്ചിട്ടുള്ളതാണ്. എന്റെ ജീവിത മാർഗമാണ്. ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പട്ടിണിയായി പോകും. പിന്നെ കാല് പിടിക്കാൻ പറയാ ഒരുപാട് കാല് പിടിച്ചിട്ടുള്ള എന്നെന്ന്. അണ്ണാ ഇതെന്റെ അപ്പൂപ്പന്റെ മണ്ണാണാ. നിങ്ങൾ അപ്പൂപ്പന്റെ മണ്ണെണ്ണയാണെങ്കിൽ സ്റ്റൗവിലിട്ട് കത്തിയിരി. അപ്പൂപ്പന്റെ മണ്ണെണ്ണയെന്നല്ല പറഞ്ഞത്, അപ്പൂപ്പന്റെ മണ്ണാണാ ഇത്. അതുകൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബാങ്ക് ജനങ്ങളെ വിശ്വസിക്കുന്നു, ജനങ്ങൾ നമ്മളെ ബാങ്കിനെ വിശ്വസിക്കുന്നു. അതെ അതെ അതെ. 2 രൂപയുടെ പേന വരെ ചരടി കെട്ടി ഇട്ടേക്കുന്ന നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയല്ലേ?